മധു മുല്ലശ്ശേരിയുടെ കുടുംബമടക്കമാണ് ബി ജെ പിയിലേക്ക് ചേരാനുള്ള ആഗ്രഹം ഇന്ന് എടുക്കുക അല്ലേ? പ്രകടിപ്പിച്ചിട്ടുള്ളത് കുടുംബം വലിയ കുടുംബം, ചെറിയൊരു കുടുംബമല്ല. ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു നായർ ഫാമിലിയാണ്. കഴിഞ്ഞ ദിവസം CPIM ജില്ലാ സെക്രട്ടറി സഖാവ് വി ജോയ് പറഞ്ഞത് വളരെ കൃത്യമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി. അയാളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിൽ ചെറിയ പിഴവ് പറ്റിയെന്ന് തന്നെയാണ് പറയുന്നത്. അത് തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞ ദിവസം. അത് സത്യമായിരുന്നു എന്ന് തെളിയിക്കുകയാണ് ഇന്നത്തെ അയാളുടെ BJP പ്രവേശനവും ആ BJP പ്രവേശനത്തിന് ശേഷം നടത്തുന്ന പ്രതികരണവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്ര വലിയ നായർ ഫാമിലിയൊക്കെ ആണെങ്കിൽ നമ്മളെ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ വന്ന് പാലക്കാട് കോൺഗ്രസ് ജയിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ, UDF ജയിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ സന്ദീപ് വാര്യരുടെ അച്ഛൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വാര്യർ കുട്ടിയെ നോവിച്ചു വിട്ടതിന്റെ ഫലമാണ് BJP അനുഭവിച്ചത് എന്ന്. അതായത് ആ ജാതിബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ബോധമുള്ളവനൊക്കെ BJP ആവാൻ പറ്റൂ. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടല്ലേ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് വി ജോയ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞത്, അയാൾ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴേ BJP മൈൻഡുള്ള ആളാണ്. അങ്ങനെ ഒരാളെ വളരെ കൃത്യമായി സമ്മേളനത്തിന്റെ ഭാഗമായി, പാർട്ടിയുടെ പരിശോധനയുടെ ഭാഗമായി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. ഒരു ഏരിയ സമ്മേളനത്തിൽ സംഘടനാപരമായ ജനാധിപത്യപരമായ തീരുമാനത്തിന്റെ ഭാഗമായി ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. അപ്പോഴല്ലേ അയാൾ മാധ്യമങ്ങളുടെ മുന്നിൽ പോയത്. കഴിഞ്ഞ ദിവസം എന്തൊക്കെ ഗീർവാണങ്ങളായിരുന്നു. ഞാൻ ഇവിടെ കുറെ പാർട്ടി പ്രവർത്തകർ എൻ്റെ കൂടെ നിൽക്കും, കുറെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എൻ്റെ അടുത്ത് വന്നു, എന്നോട് സംസാരിച്ചു, അവരൊക്കെ എൻ്റെ കൂടെ പോരും. ഇതൊക്കെയായിരുന്നില്ലേ അദ്ദേഹം ഗീർവാണം മുഴക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പാർട്ടി പ്രവർത്തകർ വരും, വി ജോയ് അഴിമതിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള കോലാഹലങ്ങളായിരുന്നില്ലേ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം നടത്തിയത്. എന്നിട്ടിപ്പോൾ എന്തായി അവസാനം? അയാളും അയാളുടെ കുടുംബവും BJP പോയി. അതാദ്യമേ ആ മൈൻഡുള്ള ആളാണ്. CPIM സമ്മേളനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ പുറത്താക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്നതാണ് തിരിച്ചറിയേണ്ടത്. എന്നിട്ട് ഇത്തരം സംഭവങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ സംഭവമാക്കുകയാണ്. ഒരു അഴിമതിക്കാരനെ, ഒരു പുഴുക്കുത്തിനെ, ജാതിബോധം പേറുന്ന ഒരു നാറിയെ ഈ പാർട്ടി ഓഫീസിന്റെ പുറത്തേക്ക് വെച്ചു BJP എടുത്തുകൊണ്ടുപോയി. നിങ്ങൾ ആലോചിക്കുക, ആലപ്പുഴയിൽ ഒരു ബിപിൻ ദാസ്, അദ്ദേഹം BJPയിലേക്ക് ചേക്കേറുമ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് CPIM ഇപ്പോൾ വർഗീയപരമായിട്ട്, വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നടത്തുന്നതിൽ വലിയ പിഴവ് സംഭവിക്കുന്നു, അതുകൊണ്ട് എവിടേക്ക് പോകുന്നു? ഏറ്റവും വലിയ വർഗീയ പാർട്ടിയായിട്ടുള്ള BJPയിലേക്ക് പോകുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹം CPM വിട്ട് BJPയിലേക്ക് പോയത്. ഒരു വർഷം മുന്നേ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പാർട്ടി. അവിഹിത ബന്ധം ചോദ്യം ചെയ്ത ഭാര്യയെ തല്ലി എന്നതാണ് കേസ്. ആലോചിച്ച് നോക്കിക്കുക. എന്ന് പറഞ്ഞാൽ CPM പുറത്താക്കാൻ നിന്ന ഒരാളെ BJP എടുത്തുകൊണ്ടുപോയി, പാർട്ടി ഓഫീസിന്റെ പുറത്തേക്ക് വെച്ച ഒരു പുഴുക്കുത്തിന് എടുത്തുകൊണ്ടുപോയി. അങ്ങനെ രണ്ടാളുകളെയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ BJP കേരളത്തിൽ നിന്ന് CPM ഭാഗമായി നിന്ന രണ്ടാളുകളെയാണ് കൊണ്ടുപോയത്. ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങളാണ് വലതുപക്ഷം കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങൾ എന്തോ കാര്യമായി കിട്ടി എന്നുള്ള രീതിയിലായിരുന്നു ബിപിന്റെ വാർത്തയും അതുപോലെ തന്നെ ഈ ഏരിയ സെക്രട്ടറിയുടെ വാർത്തയും ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ CPM അടിക്കാനുള്ള ഒരു വടിയായിട്ടാണ് ഈ വാർത്തയെ അവരെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഉയർത്തി കാണിക്കാൻ പറ്റിയ മുതലുകളൊന്നും അല്ല എന്നിപ്പോ മാധ്യമങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. മധു മുല്ലശ്ശേരിയുടെ കുടുംബമടക്കമാണ് BJPയിലേക്ക് ചേരാനുള്ള ആഗ്രഹം ഇന്ന് എടുക്കുക അല്ലേ? പ്രകടിപ്പിച്ചിട്ടുള്ളത് കുടുംബം വലിയ കുടുംബം, ചെറിയൊരു കുടുംബമല്ല. ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു നായർ ഫാമിലിയാണ്. ഓക്കെ.